ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു സിംപിൾ സ്റ്റോറീസ്. അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. നമുക്കൊരു ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ കുറച്ച് ചക്ക പൊരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു കൂട്ടാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും കൂടി മറന്നു പോകണേ. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരുപാട് കൂട്ടുകാർ നമ്മളെ വീഡിയോ കണ്ടിട്ട് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാതെ പോകുന്നുണ്ട്. ഒരു ഇമോജി എങ്കിലും കമൻറ്റ് ചെയ്യാൻ മറന്നു പോകല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതിനനുസരിച്ച് നമുക്ക് ഓരോ വീഡിയോയിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ അഭിപ്രായങ്ങൾ എന്തെന്നായാലും കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ അതൊന്നും നിങ്ങൾക്ക് സാധിക്കണില്ലെങ്കിൽ ഒരു ഇമോജി എങ്കിലും ഇടാൻ മനസ്സ് വെക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് മടിയുള്ള കൂട്ടുകാരാണ്. അപ്പോൾ ഞാനിതൊന്ന് ഓർമ്മിപ്പിച്ചതാണ് കേട്ടോ. മറന്നു പോകുന്നതാണെങ്കിൽ ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതാണ്. അങ്ങനെ ചക്കയൊക്കെ പൊളിച്ച് നമ്മളിതാ ചുളയൊക്കെ പുറത്തെടുക്കുന്നുണ്ട്. ഈ ചക്ക മുറിക്കുമ്പോഴേ നമ്മുടെ ഇങ്ങനെ കയ്യിലാവണത് ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ. ഇല്ലെങ്കിൽ നല്ല ഈസി ആയിരുന്നു ചക്ക പൊളിച്ചെടുക്കാൻ. ഞാനിപ്പോൾ എണ്ണയൊക്കെ പൊറ്റിയിട്ടുണ്ടായിരുന്നു, എന്നാലും കയ്യിൽ കുറച്ചൊക്കെ വെളിഞ്ഞിനാവട്ടാ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ചക്ക എന്ന് പറഞ്ഞാൽ. നല്ല രുചിയുള്ള ചക്കയാണ്, പിന്നെ പറയും വേണ്ട. അപ്പോൾ ചക്ക ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. ചക്കയൊക്കെ അങ്ങനെ ചുള ഇരിഞ്ഞു കൊടുത്താൽ പിന്നെ മോൾ അരിഞ്ഞിട്ട് പൊരിക്കാനും കൂട്ടാനൊക്കെ എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ കൂട്ടാനുള്ളതും റെഡിയാക്കി, മോള് പൊരിക്കാനുള്ളതും അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല വലിയ ചുളയുള്ള കട്ടിയുള്ള ചുളയുള്ള വലിയ ചക്ക ചുളയായിരുന്നു. അപ്പോൾ കഴിക്കാനും ഇങ്ങനെ ഒരു ചെറിയ മധുരവും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ലൈറ്റായിട്ടുള്ള മധുരം, എന്നാലും പൊരിക്കാനും കൂട്ടാനും ഒന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഞാൻ എന്ന് പറഞ്ഞാൽ ചക്കപ്പൊരിയും കൂട്ടാനും കഴിക്കൂട്ടാ. മക്കൾ ചക്കപ്പൊരി മാത്രമേ കഴിക്കുള്ളൂ. ആദ്യം പൊരിയായിരുന്നു, ചക്കപ്പൊരിയും തീറ്റയും കൂടെ ആയിരുന്നു കേട്ടോ. ചൂടൊടുക്ക നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ. അപ്പോൾ അവിടെ തന്നെ ചായയും കൂട്ടിയിട്ട് കഴിച്ചു. ബാക്കി പിന്നെ ടിന്നിൽ അടച്ചു വെക്കുന്ന, പിന്നെ പിറ്റേന്നും കഴിക്കാമല്ലോ. അങ്ങനെ നമ്മുടെ ചക്കപ്പൊരിയൊക്കെ ഇവിടെ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ചക്കപ്പൊരിയിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ ഞാൻ കൂട്ടാൻ വെക്കാൻ നിന്നു. അരിഞ്ഞെടുത്ത ചക്ക കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഒരല്പം വെള്ളവും പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇനി ഇതൊരു വിസിലൊന്ന് വേവിച്ചെടുക്കണം. ആ സമയം ഞാനൊരു അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. തേങ്ങ, ചെറിയുള്ളി, വെളുത്തുള്ളി, എരിവിന് വേണ്ട പച്ചമുളക്, കുറച്ച് ജീരകം, ഇത്രയും ചേർത്ത് ചതച്ച ഒരു തേങ്ങാക്കൂട്ടാണ് കേട്ടോ. അങ്ങനെ അത് വെന്ത ചക്കയിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഉഷാറ് ചക്കക്കൂട്ടാനും കൂടെ റെഡി ണ്ട്. ഇനി വേറെ ഒന്നും ഇതിൽക്ക് വേണമെന്നില്ല, ഒരു കട്ടൻ ചായ മാത്രം മതി. പൂള കഴിക്കുന്ന അതേ ഒരു ഫീൽ ആയിരുന്നു കേട്ടോ. ഇത് നല്ല ഇഷ്ടമാണ് ഈ തേങ്ങ അരച്ച ചക്കക്കൂട്ടാൻ. അപ്പം എനിക്കാണെങ്കിൽ കൊതി വന്നതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. നല്ല രസമുണ്ടായിരുന്നു, എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾ ട്രൈ ആക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഉഷാർ വീഡിയോ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.